ഇവിടെ നന്നാക്കുക ഫ്രീക്ക് ഇവിടുത്തെ പുല്ലൊക്കെ ഇതാക്കുക. ഞാൻ ഒന്ന് കൊടുവള്ളി പോയി കേട്ടോ. ഇപ്പൊ പണ്ടിട്ടോ ഇവിടെ ഫ്രീക്ക് നോക്കണ നോക്ക്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊടുവള്ളി പോയിട്ട് അവിടെ മതിലൊക്കെ കെട്ടിയിരിക്കണതിനുണ്ട് ഇടവഴി കഴിക്കണേ. നമ്മളെ കോഴിമക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മളെ കൊടുവള്ളി പോയി വരാം. നാളെ ഇപ്പം മദ്രസ സ്കൂളൊന്നും ഇല്ലാത്ത അങ്ങനെ പോകട്ടെ. ഞാൻ മനസ്സുകൊണ്ട് നോക്കിയില്ല. ഫോണൊക്കെ കഴിച്ചാലൊക്കെ അവിടെ ഫ്രണ്ടിൽ വീടുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ നടന്നു പോവാണ്. മുന്നമ്മോ ഞങ്ങളെ കൂടെ ഇല്ല. മുന്നമ്മോന് പിന്നെ അവിടെ മാവൊക്കെ മുറിച്ചിരിക്കണം കേട്ടോ. അവിടെ പുതിയ വീട് വരും. അപ്പം എന്താ പറയുക, അപ്പം ഇപ്പം എന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഉണ്ടായ പോക്കട്ടെ. പോലില്ലാന്നൊക്കെ വിചാരിച്ചതിന് തലവേദനായിട്ട് കിടക്കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അറിയണേ. അപ്പം അനിയത്തി വന്നേണെന്ന് പറഞ്ഞു. അപ്പം മദ്രസും സ്കൂളും ഒന്നും നാളല്ല, ഇലക്ഷൻ ആയതുകൊണ്ട്. അപ്പം വിചാരിച്ച് എന്തായാലും വേണ്ടിയില്ല, ഒന്ന് പോയി വരാമെന്ന്. ഇക്കാക്ക പിന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അപ്പം എന്ന് പറഞ്ഞു കേട്ടോ. സോറി. അപ്പോൾ ഇക്കാക്ക എന്തായാലും കൂട്ടാൻ വരാമെന്ന് പറഞ്ഞപ്പം എന്നാലും പോയി വരാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം നല്ല വ്യൂ ആട്ടോ. നല്ല വെളിച്ചുള്ള സമയത്ത് നമ്മൾ പോണത്. ഇവിടെ ഒരു പാമ്പിൻ്റെ തൂലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല പാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. മോനെ അവിടെ നോക്കി നിൽക്കല. അങ്ങോട്ട് പോയി ചിലപ്പോൾ അവിടെ ഉണ്ടോ ചേരേണ്ടതുണ്ട്. പാമ്പിൻ്റെ ആണ് തോന്നുന്നു. അവിടെ കഴിച്ചിട്ടത് എവിടെ മണ്ടിലേക്ക് പോര്. അപ്പം ഇപ്പോഴോ അല്ല അങ്ങനെ പാമ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഇപ്പൊ നല്ല വ്യൂ ഉള്ള സമയം കേട്ടോ. വരുമ്പോ എവിടെയാണ് ഞാൻ മലബാറിന്റെ ബിൽഡിങ് കാണുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ആയിട്ടന്ന് പ്രോഗ്രാമൊക്കെ ഉണ്ടായിന്. നമ്മളെ അയൽവാസിയാണ് സംഭവം. അന്ന് വീട് കൂടലൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ അതിലഞ്ഞൂറൊക്കെ വന്ന് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ലല്ലോ. നമ്മളോട് പറഞ്ഞില്ല. നമ്മൾ പറയുമ്പോൾ അയൽവാസികളാ പറഞ്ഞിണ്ടാ ഇല്ല എന്നല്ല, നമ്മളറിഞ്ഞില്ല. നമ്മളെല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ഈ വിഷയം ഉണ്ടായ സമയത്താണ് നമ്മളറിയണത്. അയൽവാസിക്ക് വേണ്ടി 5 ദിവസത്തെ പ്രോഗ്രാം മറ്റായിരുന്നു പോലെ. അപ്പം നമ്മളറിഞ്ഞില്ല. അറിയാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഒക്കെ പേടി. അവിടെ നിന്ന് എന്തിളകിയാലും പേടിയാവും. ആൾ ഇല്ലാത്ത ഒരു ദിവസം ഞാൻ ഒറ്റക്ക് വരിക. 3 ദിവസത്തിന് അങ്ങോട്ട് പറഞ്ഞു വെച്ച്. അപ്പം ഒരു ദിവസം ഞാൻ എന്തോന്ന് എടുക്കാൻ മറന്നേ 3 ദിവസത്തിനോട് നമ്മൾ പോണ സമയത്ത്. പിന്നെ ചാർജർ എയർപോർട്ടോ അങ്ങനെ എന്തോ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ മനസ്സിലാ പറഞ്ഞു വേഗം പോയി എടുത്ത് വാ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുക. ആ ഒരു സമയത്ത് ഒരാൾ ഞാൻ അപ്പുറം മോനൂസ് അപ്പുറവും ഞാനപ്പുറവും മോനൂസ് ഇവിടെയാണുള്ളത്. അതിന് നടക്കു കൂടി ഒരാളാട്ടോ ഇറങ്ങിപ്പോയി. പഠിച്ചവരെ ഞാൻ കൂക്കടിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓനാട്ട് വന്ന് നടക്കായി പോയല്ലോ ഓന്. അല്ല ഓൻ നടക്ക ഈ സാധനം. ഓനപ്പുറത്തായപ്പോഴേക്കും ആകെ പേടിയായി. പിന്നെന്താ ബസ് വരുന്നുണ്ട്. ഞാൻ ഓടട്ടെ. ബസ് വരുന്നുണ്ട്. അതാ ബസ് വരുന്നത്. അപ്പോൾ നമ്മളതിൽ കയറാൻ പോകുന്നു. ആ ബസ് കിട്ടിയില്ല. ആ ബസ് നമുക്കുള്ളല്ലേ. ഇലക്ഷൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിറച്ച് നോക്കിയിരിക്കുന്നുണ്ടോ. നമ്മൾ നാളാണ് ഇലക്ഷൻ. അതിനെക്കൊണ്ട് ഇവിടെ അടുത്ത്
എത്തിങ്ങാനെ വെച്ചിട്ടാണ്. ആ ബസ് നമുക്കുള്ളല്ല അതിന് കേട്ടോ. അത് മെഡിക്കൽ കോളേജിലേക്കുള്ള നമ്മൾ കുന്നമംഗലത്തേക്കുള്ള ബസ്സിന് വേണ്ടി നമ്മളേതായാലും ഓടി കിട്ടിയില്ല. കുഴപ്പമില്ല, അടുത്ത ബസ് കിട്ടിയില്ല വെച്ചാൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കുന്നമംഗലത്തേക്കല്ല നമ്മൾ പോകേണ്ടി. മുന്നമ്മോനിപ്പോൾ ഇവിടുന്ന് കിട്ടുമെന്ന് അറിയില്ല. എൻ്റെ ഫോണില്ലാത്തതുകൊണ്ട് വിളിക്കാൻ കഴിയില്ല. ഇത് നമ്മളടുത്ത വീട് തന്നെ കേട്ടോ. ഈ ചേച്ചിൻ്റെ ഇവിടെ കാണുന്നില്ലേ, വസന്തകുമാരി എന്ന് പറഞ്ഞ ആള് നമ്മളടുത്ത വീടല്ല. എല്ലാ സ്ഥാനാർത്ഥിമാരെയും ഉണ്ട്. അങ്ങനെ നമ്മൾ കുന്നമംഗലത്തെത്തി. അവിടെ പ്രാവിനെ കണ്ടിട്ടോ. അപ്പോൾ മോനീസ് നമ്മൾ പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. വന്നിട്ട് കുറച്ച് നേരമായി. കുറച്ച് ആളുണ്ട്. കുന്നമംഗലത്തേക്ക് വരുന്ന ബസ് മൊത്തം ഫില്ലായിട്ടാണ് വരുന്നത്. നിറച്ച് ആളെ കാല് വെക്കുക സ്ഥലമില്ല. എനിക്ക് അവനെ കൊണ്ട് കയറാൻ പറ്റാത്തൊരു മാതിരി. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോസ് കുറച്ച് പ്രാവിനൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ ഇടയിൽ കൂടി ഇങ്ങനെ പ്രാവുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കടലമണികളൊക്കെ കഴിക്കാം കേട്ടോ. വരുന്ന ബസ്സിലൊക്കെ നിറച്ച് ആളാണ്. എന്താ പറയുക, കാല് വെക്കാൻ സ്ഥലം. അങ്ങനെ ബസ്സിൽ നമുക്ക് കയറിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അനിയനെ വിളിച്ച് നോക്കിയൊന്ന് വരുമോയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അനിയന് വേറെ ഷോപ്പിൽ പോകാറുണ്ട്. അവിടെ കയറി അതിനോട് വരാൻ പറ്റില്ല. കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ 2 ദിവസം നമ്മളങ്ങനെ കൊടുവള്ളി എത്തിക്കണേ. ഇതിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ ലീവായതുകൊണ്ട് അങ്ങനെ നമ്മൾ പൊറാട്ടയും 7-Up ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പ. അപ്പോൾ നമ്മൾ രാത്രി അതൊക്കെ കഴിച്ച് കുഞ്ഞാവൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. തെയ്യാവൻ്റെ കലാവിരുത് നട്ടത് മൊത്തം ജാമര് മൊത്തം വരച്ച് വെച്ചേക്ക്. പെയിൻ്റ് അടിച്ചതിന് ശേഷം രണ്ടാമത് വരച്ചതാണ്. അടിപൊളിയാക്കി വെച്ചേക്കാണ്. ചിത്രകല പല കഥയുണ്ട്. ആ ഓരോരോ ചിത്രത്തിന് ഓരോരോ കഥകളുണ്ട്. അപ്പം അടിപൊളിയാക്കി വെച്ചേക്ക്. അപ്പം ഇപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ തെയ്യാവനെ കാണിച്ചില്ലേ, മോശമല്ലേ? അപ്പോൾ തെയ്യാവ അവിടെ എന്താ പറയുക, മക്കത്തൊക്കെ പോയി ഈ ഉംറക്കൊക്കെ പോയിട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തെയ്യാവ ഈ കയറാൻ കെട്ടി പായുണ്ട്. ഇങ്ങനെ ഓടി കളിക്കുക. പ്രാവിനെ കണ്ടിട്ട് ഓടി കളിക്കുക, അതിനെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവന് എന്താ അവിടെ ഇതിൽ പോയിട്ടുണ്ട്, മാളിലൊക്കെ പോയിട്ട് അവിടുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെ എന്തോ ഒന്നായിരിക്കും. അങ്ങനെ മുകളിലോട്ട് പോകുന്ന, അതിൽ നിന്ന് പേടിയില്ലാതെ സ്വന്തം ഇരുന്ന് അങ്ങനെ മുകളിലോട്ടൊക്കെ പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ. ഓനും ഓൻ്റെ ഉപ്പയും ഉമ്മയും ഓൻ്റെ അബ്ബിയും ഉമ്മയും ഓനും കൂടിയും അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു പേടിയില്ല. എനിക്ക് ഒന്ന് 2 കുട്ടികളെത്തി അതിലുള്ളൂന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇനി കരിയുന്ന സൗണ്ടാണോ എന്ന് ഓർമ്മല്ലേ, അമ്മ മനസ്സിലാകുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് നേരം താഴോട്ടും മേലോട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചപ്പോൾ എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, ഓലടിച്ച് പൊളിക്കട്ടെ നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.